സോ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് ഒരു ഡിപ്പെൻഡൻറ്റിനെ കൊണ്ടുവന്നൊരു ചേട്ടൻ നാട്ടിൽ നിന്ന് ഡിപ്പെൻഡൻറ്റിനെ കൊണ്ടുവന്ന് വളരെ നല്ല രീതിയിൽ നോക്കിയിട്ട് പിന്നീട് വളരെ ബുദ്ധിമുട്ടായിട്ടൊരു പണി കിട്ടിയൊരു ചേട്ടൻ വളരെ റിക്വസ്റ്റ് ചെയ്തു, ഓക്കെ മോളെ ഇത് നീ പറയണം, ആ ചേട്ടൻ ഉണ്ടായ അനുഭവം വേറെ ആർക്കും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ചേട്ടൻ പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ അവർക്കുണ്ടായ സിനാരിയോസ്, ഇപ്പോൾ ചേട്ടൻ അനുഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഞാൻ ജമ്മ മല്ലു മലയാളി, എൻ്റെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. സോ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. പുള്ളിക്കാരൻ ഇവിടെ ഒരു വൻകിട കമ്പനിയിൽ വൻകിട പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും കല്യാണം കാര്യങ്ങളെല്ലാം വന്ന സമയത്തേക്കും മാട്രിമോണി വഴി ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച്, വീട്ടുകാരൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് കല്യാണം ആലോചിച്ചു. ഇവിടെ ഭയങ്കര നാട്ടിൽ പോയി കല്യാണം കഴിച്ചു, വളരെ ഗ്രാൻഡായിട്ട് കല്യാണം നടത്തി. പുള്ളിക്കാരൻ പെട്ടെന്ന് തന്നെ ചേച്ചീനെ കൊണ്ടുവന്ന് പുള്ളിക്കാരൻ്റെ സാലറി, പുള്ളിക്കാരനെ കാണാൻ എവറിത്തിങ് ഈസ് ഗുഡ്. സോ നാട്ടിൽ നിന്ന് നല്ലൊരു ഭയങ്കരമായിട്ട് ഹൈഫൈ ആയിട്ടുള്ള ഒരു പെൺകുട്ടീനെ തന്നെയാണ് കല്യാണം കഴിച്ച് കൊണ്ടുവന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരത്തി പ്രത്യേകിച്ച് ജോലിക്കും കാര്യത്തിനൊന്നും പോകുന്നില്ല, ചേട്ടാ മാത്രമാണ് പോകുന്നത്. പുള്ളി നല്ലൊരു പ്രൊജക്റ്റിൽ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നല്ല സാലറി ഉണ്ട്. പക്ഷെ പുള്ളിക്കാരത്തേക്ക് ഇച്ചിരി ഷോപ്പിങ്ങിൻ്റെ കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് ക്രൈസസ് ഉണ്ട്. എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ഏൺ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ചിലവാകുന്ന പൈസ എന്താണെന്ന് ഒരിക്കലും നോക്കത്തില്ലല്ലോ. പക്ഷെ പുള്ളിക്കാരന് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പുള്ളിക്കാരത്തിനെ ഹാപ്പി ആയിട്ട് വെക്കുക എന്ന് മാത്രമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകണം. പക്ഷെ എന്നാലും വേറൊരാളെ എപ്പോഴും ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക, പ്രത്യേകിച്ച് ഒന്നും വീട്ടിലെ ഒരു പണിയും ചെയ്യത്തില്ല, എന്നാൽ പുള്ളിക്കാരൻ്റെ പൈസ മൊത്തം വേണം, ഇങ്ങനെ പോകുന്ന ഒരാൾക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. കറക്റ്റ് രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് ഞാൻ കേട്ടിട്ടില്ല, എനിക്ക് ഒരാളുടെ ഭാഗമേ അറിയത്തുള്ളൂ. എന്നാലും കേട്ട ഭാഗം പറയാം. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ വിചാരിച്ചു എങ്കിൽ പിന്നെ ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് വർക്കാവത്തില്ല, പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. പുള്ളിക്കാരൻ ജോലി ചെയ്യുന്ന പൈസയെങ്കിലും പുള്ളിക്ക് സേവ് ചെയ്തിരിക്കും. പുള്ളിക്കാരത്തിനെ എങ്കിൽ നാട്ടിൽ കയറ്റി വിടാമെന്ന് വിചാരിച്ചു. പുള്ളിക്കാരത്തിയോട് ഓക്കെ നമുക്ക് ഡിവോഴ്സ് ചെയ്യാം, നമുക്ക് സെപ്പറേറ്റ് ആവാം, നീ നാട്ടിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഒട്ടും പ്രതീക്ഷ ശരി ചേട്ടാ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തിക്ക് അങ്ങനെ വലിയ റിയാക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ പിറ്റേന്ന് രാവിലെ പുള്ളിക്കാരത്തി ചെയ്തത് നേരെ പോയി ഇവിടുത്തെ വുമൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് പുള്ളിക്കാരനെതിരെ ഡൊമസ്റ്റിക് വയലൻസിൻ്റെ കേസ് ഫയൽ ചെയ്യുകയാണ് ചെയ്തത്. പുള്ളിക്കാരന് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയൊരു പണിയായിരുന്നു. ഡൊമസ്റ്റിക് വയലൻസിന് കേസ് ഫയൽ ചെയ്തു, ഡിവോഴ്സിന് ഫയൽ ചെയ്തു, ഭയങ്കര ബുദ്ധിമുട്ടുകളായി. പുള്ളിക്കാരനോട് കോടതി പറഞ്ഞു പുള്ളിക്കാരൻ താമസിക്കുന്ന ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കണമെന്ന്. അതും പുള്ളിക്കാരൻ നേരിട്ട് പോയി പുള്ളിക്കാരൻ്റെ ഇട്ടിരിക്കുന്ന ഉടുപ്പ് പോലും, അല്ലെങ്കിൽ ഇട്ടിരിക്കുന്ന ഉടുപ്പല്ലാതെ വേറെ ഡ്രസ്സസും പുള്ളിക്കാരൻ്റെ പേഴ്സണൽ തിങ്സ് പോലും അവിടെ നിന്ന് ഒറ്റയ്ക്ക് പോയി എടുക്കാൻ പറ്റത്തില്ല. കോടതി ഒരാളെ അറേഞ്ച് ചെയ്യും, അവരായിട്ട് അവിടെ ചെന്നിട്ട് മാത്രമേ സാധനങ്ങൾ പോലും പുറത്തിറക്കാൻ പറ്റത്തുള്ളൂ. ഇത് മാത്രമല്ല പുള്ളിക്കുണ്ടായ പ്രശ്നങ്ങൾ, പുള്ളിക്കാരി താമസിക്കുന്ന ആ വീടിൻ്റെ റെൻറ്റ് കൊടുക്കണം, പുള്ളി വേറെ വീടെടുത്ത് മാറി താമസിക്കണം, ആ റെൻറ്റ് കൊടുക്കണം, പുള്ളിക്കാരത്തിക്കുള്ള ചിലവിൻ്റെ പൈസ കൊടുക്കണം, പുള്ളിക്കാരത്തി ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും പഠിക്കുവാണെങ്കിൽ അതിൻ്റെ പൈസ കൊടുക്കണം, പുള്ളിക്കാരത്തിക്ക് വക്കീലിന് കൊടുക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു ആ പൈസയും ഈ ഡിപ്പെൻഡൻറ്റ് കൊണ്ടുവന്ന ആൾ കൊടുക്കണം. പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല സാലറി ഉള്ള ആളാണ്, ഒരു നല്ല ഇതിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ പുള്ളിക്ക് കിട്ടുന്ന സാലറി മൊത്തം ഈ വഴി പോവാം. പുള്ളിക്ക് നാട്ടിൽ അയച്ചു കൊടുക്കണം, സേവിങ്സിന് വേണ്ടിയാണ്. അന്നെങ്കിൽ പിന്നെ ഓക്കെ, സേവിങ്സ് നല്ല പുള്ളിക്കൊരു നല്ല ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചൊരു പൊസിഷനിൽ എത്തിയിട്ട് ഒന്നും അക്കൗണ്ടിൽ ഇല്ലാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് എങ്കിൽ പിന്നെ ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചത്. പക്ഷെ ഉണ്ടായ സിനാരിയോ ഭയങ്കര ഡിഫറൻ്റ് ആയിരുന്നു. പുള്ളിക്കാരി അൺനെസസറി ആയിട്ടാണ് ഡൊമസ്റ്റിക് വയലൻസ് എന്നുള്ള രീതിയിലെല്ലാം കേസ് ഫയൽ ചെയ്തത്. പക്ഷേ ഇവിടുത്തെ നിയമം കൂടുതലും, ഇവിടുത്തെ മാത്രമല്ല നാട്ടിലെ ആണെങ്കിലും കൂടുതൽ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലെ നിയമങ്ങളാണ് ഇവിടെ എല്ലായിടത്തും ഉള്ളത്. പുള്ളിക്കാരന് ഓൾറെഡി സിറ്റിസൺഷിപ്പിൻ്റെ ആപ്ലിക്കേഷൻ ഇട്ടിട്ടിരിക്കുകയായിരുന്നു. ഓഫ് കോഴ്സ് പുള്ളിയുടെ ഒരു ക്വാളിഫിക്കേഷൻ വെച്ച് സിറ്റിസൺഷിപ്പ് കിട്ടേണ്ടായിരുന്നു. ആ സിറ്റിസൺഷിപ്പിൻ്റെ പ്രോസസ്സ് ക്യാൻസലായിപ്പോയി. പുള്ളിയോട് PR തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. പുള്ളിക്കാരന് മെൻ്റൽ ഡിപ്രഷൻ ഉണ്ടായി, ഡിപ്രഷൻ ടാബ്ലറ്റ് എടുക്കാൻ തുടങ്ങി, ഓഫീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ, ഒരു വലിയ പ്രൊജക്റ്റിൻ്റെ പാർട്ടായിരുന്നു. പുള്ളിക്ക് ആ പ്രൊജക്റ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ പ്രൊജക്റ്റിൽ നിന്ന് മാറേണ്ടി വന്നു. പക്ഷെ പുതിയൊരു എംപ്ലോയറെ പോലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, കാരണം ഒരു ക്രിമിനൽ കേസ് ഉള്ള ഒരാളായതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് പുതിയൊരു എംപ്ലോയറെ കിട്ടത്തില്ല. പുള്ളിക്ക് രാജ്യം വിട്ടു പോകാൻ പറ്റാതെ, സ്റ്റേറ്റ് വിട്ടു പോകാൻ പറ്റാതെ പുള്ളി മൊത്തത്തോടെ ലോക്കായിപ്പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ വാക്കിൻ്റെ പുറത്ത്. ഇതിനകത്ത് സത്യം എന്താന്നൊക്കെ പിന്നീടുള്ള കാര്യമാണ്. പക്ഷെ പുള്ളി സോ ഇതൊരു വലിയ പാഠമാണ്. എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായ എന്തുകൊണ്ട് സെപ്പറേറ്റഡ് ആയെന്നുള്ളതല്ല, പുള്ളിക്കാരനുണ്ടായ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്. ഒരാളെ ഡിപ്പെൻഡൻറ്റ് വിസയെ കൊണ്ടുവന്ന് അയാൾക്ക് നല്ലൊരു ലൈഫ് കിട്ടി, നല്ലൊരു ലിവിങ് കൾച്ചർ കിട്ടി, ഇവിടെ ഭയങ്കര ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു രാജ്യത്ത് കൊണ്ടുവന്നു. പക്ഷെ പുള്ളിക്കാരന് കിട്ടിയ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഒരു വലിയൊരു പാഠമാണ്. ഇപ്പം സോ ഞാനൊരു നഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരാണെങ്കിലും പറഞ്ഞിട്ടുണ്ട് പാർട്ട്നേഴ്സിനോട്, നീ എന്നെ മര്യാദയ്ക്ക് റെസ്പെക്ട് ചെയ്തോണം, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ നാട്ടിൽ കയറ്റി വിടുന്നു. പക്ഷേ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും പറ്റത്തില്ല. വൺസ് നിങ്ങളിവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ വില്ലിങ് അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും അവരെ നാട്ടിൽ കയറ്റി വിടാൻ പറ്റത്തില്ല. നിങ്ങൾ അവരെ ടേക്ക് കെയർ ചെയ്യാൻ വളരെ ഉത്തരവാദിത്തമാണ്. സോ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഉത്തരവാദിത്തോടെ നോക്കിയും കണ്ടും മാത്രം ചെയ്യുക.
സോ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഈ കയറി വരുന്നവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ല. ഇവിടെ നിൽക്കുന്നവർക്ക് മാത്രമേ ബുദ്ധിമുട്ടുകളുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ അവരൊരു ക്രെഡിറ്റ് കാർഡ് എടുത്തോ അല്ലെങ്കിൽ ഒരു ലോൺ എടുത്തോ അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാണിച്ചാൽ ഈ കൊണ്ടുവന്ന ആൾ എപ്പോഴും ബാധ്യസ്ഥരാണ് അവരുടെ കാര്യങ്ങൾ തിരക്കാനും പറയാനും വേണ്ടി. ഇപ്പം നിങ്ങൾ നാട്ടിൽ കൊണ്ട് വിട്ടാൽ പോലും അവരുടെ കയ്യിലിരിക്കുന്ന വിസ മൾട്ടിപ്പിൾ എൻട്രി ആണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും തിരിച്ച് ജർമ്മനി കയറി വരാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു മ്യൂച്വലായിട്ട് ഡിവോഴ്സ് ചെയ്യുന്ന കേസാണെങ്കിൽ പോലും നമുക്ക് 1 ഇയർ സെപ്പറേഷൻ ഉണ്ട്. അതിന് ശേഷം ഡിവോഴ്സ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരാൾ സമ്മതിച്ചില്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കോടതിയിൽ പോകണം. ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന വർക്കിനെ വളരെ അധികമായിട്ട് എഫക്റ്റ് ചെയ്യും. നമ്മുടെ മെൻ്റൽ ഇതിനെയും വളരെയായിട്ട് എഫക്റ്റ് ചെയ്യും. സോ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നവർ ശ്രദ്ധിച്ചും കണ്ടും ചെയ്യാം. അപ്പം ചൂസ്